AD 40 സ്പെയിനിലെ എബ്രോ നദീതീരത്ത് വിശുദ്ധ യാക്കോബ് ഒറ്റയ്ക്കായിരുന്നു. യേശുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ വന്നെങ്കിലും വിശ്വാസം കൈക്കൊണ്ടത് ഏതാനും പേർ മാത്രം. അവൻ തളർന്നു, നിരാശനായി. ആ കനിഞ്ഞ മനസ്സിൽ നിരാശയുടെ കറുത്ത മൂടൽമഞ്ഞ് വീണിരുന്നു. സുവിശേഷത്തിന്റെ തീയിൽ കത്തിയ കാൽ. ഇനി നടക്കുമോ എന്ന് പോലും അറിയാതെ വിശുദ്ധ യാക്കോബ് നദീതീരത്ത് പ്രാർത്ഥിച്ചു. ഒരാശ്വാസം തേടി, ഒരു വെളിച്ചം തേടി. അപ്പോൾ സ്വർഗത്തിലെ സംഗീതം ഭൂമിയെ തഴുകി. മാലാഖമാരുടെ വിഹായസത്തിൽ ഒരു പൊൻതിളക്കം പിറവിയായി. ആ ദുഃഖത്തിൽ ആശ്വാസം നൽകാൻ അവർ വന്നു. പരിശുദ്ധ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദ്യമായി സ്വർഗീയ മാലാഖമാരോടൊപ്പം യാക്കോബിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മൂർത്തമായ കരുണയായി. ആദ്യമായിട്ടാണ് സ്വർഗം ഭൂമിയെ ഇങ്ങനെ തൊട്ടത്. അവൾ പറഞ്ഞു, ഈ തൂണിന്റെ സമീപം ഒരു ദേവാലയം പണിയുക. ഈ സ്ഥലം വിശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രമാകട്ടെ. അവൾ നൽകിയ തൂൺ ഇന്നും അവിടെയുണ്ട്. അവർ ലേഡി ഓഫ് പില്ലർ, സറഗോസ, സ്പെയിൻ. നാളുകൾ കടന്നുപോയി, പക്ഷേ ആ ദർശനത്തിന്റെ പ്രകാശം ഇന്നും ജീവിക്കുന്നു. നാം തളരുമ്പോൾ, വഴിയിടറുമ്പോൾ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം നിലനിൽക്കും. അമ്മ ഒരിക്കലും വിട്ടുപോകില്ല.